നമസ്കാരം, എല്ലാവർക്കും ക്യാപ്സ്യൂലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. അടീനിയത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള 5 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രൂണിങ്, റീപോട്ടിങ്, അതിലെ ഫെർട്ടിലൈസർ, അതിൻ്റെ പോട്ട് മിസ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അടീനിയത്തിൽ പ്രൂണിങ് ചെയ്താൽ മാത്രമേ കൂടുതൽ ചെനപ്പുകളൊക്കെ വന്ന് കൂടുതൽ മുട്ടുകളും പൂക്കളും ഉണ്ടാകുള്ളൂ. സാധാരണ മറ്റു ചെടികളിലൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ചെനപ്പുകളൊക്കെ വന്ന് ബുഷിയാവുകയും ചെയ്യും, പൂക്കളുണ്ടാവുകയും ചെയ്യും. എന്നാൽ അടീനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ വളമിട്ട് കൊടുത്താലും പ്രൂൺ ചെയ്തില്ലെങ്കിൽ ആ തണ്ട് ഒറ്റ തണ്ടായിട്ട് തന്നെ മുകളിലേക്ക് പോകും. ഇപ്പോൾ 2 തണ്ട് ആണെങ്കിൽ ആ രണ്ടും മാത്രം മുകളിലേക്ക് പോയി അതിൽ മാത്രം കുറച്ച് പൂക്കളുണ്ടാവും. അപ്പോൾ പിന്നീട് അത് മുകളിലേക്ക് ചെല്ലുമ്പോൾ ശോഷിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ക്രമമായിട്ട് വർഷത്തിലൊരിക്കൽ അടീനിയം പ്രൂൺ ചെയ്യണം. ഇതിപ്പോൾ പ്രൂൺ ചെയ്യേണ്ട സമയമാണ്. പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഈ തണ്ടുകൾ മാത്രം മുകളിലേക്ക് പോകും. ഇതിൽ വേറെ ബ്രാഞ്ചസ് ഒന്നും അധികം വരില്ല. കുറച്ച് കഴിയുമ്പോൾ 1-2 ബ്രാഞ്ചസ് വന്നെങ്കിലായി, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഇത് പ്രൂൺ ചെയ്താലേ ഇതിൽ കൂടുതൽ ബ്രാഞ്ചസ് വരുള്ളൂ. ഇതിപ്പോൾ 3 തണ്ടുകളും പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറഞ്ഞത് ഓരോ തണ്ടിലും 2 എണ്ണം വെച്ച് വരും. അപ്പോൾ 6 ബ്രാഞ്ചസായി. ഒരു വർഷം കഴിഞ്ഞ് ആ 6 ബ്രാഞ്ചസ് വീണ്ടും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ അതിലെല്ലാം വീണ്ടും വന്ന് അത് 12 ആവും, പിന്നീട് അത് 24 ആവും. അങ്ങനെ ഓരോ വർഷം ചെല്ലുന്നവരും അത് മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഇതിൽ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് പ്രൂൺ ചെയ്യേണ്ട സമയം എല്ലാ വർഷവും വർഷകാലം കഴിഞ്ഞ് മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്താണ് പ്രൂൺ ചെയ്യേണ്ടത്. അപ്പോൾ കേരളത്തെ സംബന്ധിക്കുകയാണെങ്കിൽ ഓരോ ഒക്ടോബർ അവസാനം നവംബർ ആദ്യം ആയിട്ടൊക്കെ പ്രൂൺ ചെയ്യാം. ഇത് പ്രൂൺ ചെയ്യുമ്പോൾ എന്താ, ഈ തണ്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് എടുത്തിട്ട് ഹൈറ്റിലാണ് പ്രൂൺ ചെയ്യേണ്ടത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു ഫംഗസൈഡ് പറ്റണം. ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഈ പോർഷനിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ അത് ഫ്ലാറ്റായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, ചരിച്ച് കട്ട് ചെയ്യരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നമ്മൾ കഴിഞ്ഞിട്ട് വേണം അതിൽ ഫംഗസൈഡ് പറ്റാൻ. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടൊരു കോട്ടിങ് ഉണ്ട്. ആ കോട്ടിങ് വന്ന് ഒന്ന് ലെവലായതിന് ശേഷമാണ് നമ്മൾ ഫംഗസൈഡ് പറ്റേണ്ടത്. സാധാരണ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ടൂത്ത് പേസ്റ്റാണ്. ടൂത്ത് പേസ്റ്റ് ഒരു ഫംഗസൈഡാണ്. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതാക്കാം. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ഒറിജിനൽ മഞ്ഞൾപ്പൊടി തന്നെ ആയിരിക്കണം. അതും അല്ലെങ്കിൽ സാഫ് വരട്ടാം. പക്ഷേ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ ഫംഗസൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആയിരിക്കണം. കളറുള്ള ജെൽ ടൈപ്പ് ഒന്നും ഉപയോഗിക്കരുത്. ഇപ്പോൾ പ്രൂണിങ് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം പുതിയ ചെനപ്പുകൾ വന്നു തുടങ്ങും. 3 ആഴ്ചക്കുള്ളിൽ, മാക്സിമം 3 ആഴ്ചക്കുള്ളിൽ ഇതിൽ നിന്നെല്ലാം കളർപ്പുകൾ വന്നു തുടങ്ങും. അതിനുശേഷം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ പിന്നീട് അതിൽ മുട്ടുകൾ വരികയും ചെയ്യും, നിറഞ്ഞ് പൂക്കളുണ്ടാവുകയും ചെയ്യും. ഈ അടുത്ത ടിപ്സ് പറയുന്നത് റീപോട്ടിംഗ് ആണ്. റീപോട്ടിംഗ് ചെയ്യേണ്ടത് ഡിസംബറിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടീനിയം ചെടികൾ 2 വർഷത്തിൽ ഒരിക്കൽ റീപോട്ട് ചെയ്യണം. റീപോട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കും കോഡക്സ് നല്ല രീതിയിൽ വലുതാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ അതനുസരിച്ച് ഹെൽത്തി ആവുകയും ചെയ്യും. ഈ കോഡക്സ് വലുതായാൽ മാത്രമേ കൂടുതൽ വളവും അതിനാവശ്യമായ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെയാണ് പ്ലാന്റ് ഹെൽത്തി ആകുന്നത്. ഇതിപ്പോൾ വേണ്ട, ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേജ് ആയിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ അധികം വലിയ ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യരുത്. ഈ കോഡക്സിൻ്റെ അത് ചെടിയുടെ വലിപ്പം അനുസരിച്ചുള്ള പോട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. വലിയ പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ കൂടുതൽ പോട്ടിമിക്സൊക്കെ നിറക്കേണ്ടി വരും. അങ്ങനെ പോട്ടിമിക്സ് അധികമായാൽ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകില്ല. ആ ചുറ്റുപാടും കുറേ അധികം നേരം ഈർപ്പം നിലനിൽക്കും. അധികം സമയം മണിക്കൂറുകളോളം ഈർപ്പം നിലനിന്നാൽ ഈ കോഡക്സ് ആ ഈർപ്പമായിട്ട് ടച്ച് ചെയ്ത് ഇവിടെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്, ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ കോഡക്സിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള ചട്ടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ലെവലാണ്, ഇതിലിപ്പോൾ ഈ ലെവലിലാണ് സോയിൽ നിൽക്കുന്നത്. ആ ലെവലിനേക്കാളും താഴാൻ പാടില്ല. കുറച്ച് പറ്റുമെങ്കിൽ പൊക്കി വെക്കുക. ഈ കോഡക്സ് കുറച്ചുകൂടി പൊക്കി വെക്കുക. ഒരിക്കലും ഈ ലെവലിലേക്ക് താഴ്ത്തി വെക്കരുത്. താഴ്ത്തി വെക്കുമ്പോഴും ഇത് കേടാകും. ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കാം. അങ്ങനെ പൊക്കിയെടുക്കുക. അതിനുശേഷം ഇതിൽ പഴയ മണ്ണുകൾ പോട്ടിമിക്സ് എല്ലാം കളയുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പൊടിവേരുകളുണ്ട്. ഇതിനധികം മറ്റു പൊടിവേരിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വേരുകളൊക്കെ നമുക്ക് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയാം. ഈ വേരൊക്കെ കട്ട് ചെയ്യുക. ഇനി നമുക്കിത് പുതിയ പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഴയ മണ്ണ് പിന്നെ ചെറിയ പൊടിവേരൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് പോട്ടിമിക്സ് തന്നെ പ്രിപ്പയർ ചെയ്യാം. പോട്ടിമിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പോട്ടിമിക്സിൻ്റെ മൊത്തം 1/3 ഭാഗം നല്ല മണൽ തന്നെ ഇരിക്കണം. ഈ മണൽ 1/1 കൂടിയാലും കുഴപ്പമില്ല. കാരണം അത്രയും വേഗത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ ഉള്ളത് ആട്ടിൻകാട്ടമാണ്. ആട്ടിൻകാട്ടം എനിക്ക് ഈ ഏറ്റവും നല്ലത്. അതല്ലേ ചാണകപ്പൊടി ഉപയോഗിക്കാം, ഉണങ്ങിയ ചാണകപ്പൊടി. ഇത് ആട്ടിൻകാട്ടണം. അതും ഈ 1/3 ഭാഗം തന്നെ എടുക്കുക. പിന്നെ ഈ ഇതിൻ്റെയൊക്കെ ഒരു 1/5 ഭാഗം 10-20 ഗ്രാം എല്ലുപൊടി ഉപയോഗിക്കാം. പിന്നെ ചെറിയ കട്ടകളൊക്കെ ഉള്ള ഗാർഡൻ സോയിൽ എടുക്കുക. അത് ഈ മണലിൻ്റെ അത്രയും തന്നെ എടുക്കുക. മണലിൻ്റെ അത്രയും എടുക്കണ്ട, അതിൽ കുറച്ച് താത്തി എടുത്താൽ മതി. മണലായിരിക്കണം ഏറ്റവും കൂടുതൽ. ഒന്നിൽ സമമായിട്ട് എടുക്കാം. പക്ഷേ ഈ ഗാർഡൻ സോയിൽ കിട്ടുന്നത് ചെറിയ കല്ലുകളൊക്കെ ഒന്നുമില്ലാത്ത കട്ട പിടിക്കുന്നതാണെങ്കിൽ അവിടെ മണൽ കൂടുതൽ എടുക്കണം. അതല്ലേ പിന്നെ ഈ ഒരളവിലെടുത്താലും മതിയാവും. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യാം. അപ്പോൾ പോട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ സൈസുള്ള പോട്ടായിരുന്നു. അതിൻ്റെ അടുത്ത സൈസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്, തിരിഞ്ഞു പോകുന്നത്. ഇതിലേക്ക് പോട്ട് മിക്സ് കുറച്ച് നിറക്കാം. ഇതിൽ പകുതിയോളം പോട്ട് മിക്സ് നിറച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്ലാന്റ് വെക്കുകയാണ്. പ്ലാന്റ് വെച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പോട്ട് മിക്സ് ഫില്ല് ചെയ്യുക. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ചെറിയ പൊടിവേരൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വെള്ളം ഒഴിക്കാൻ മതി. അപ്പോൾ ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അടിയിനത്തിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത ടിപ്സ്, അടിയിനത്തിൻ്റെ ഫെർട്ടിലൈസർ. അടിയിനത്തിന് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ ഫോസ്ഫറസ് കൂടുതൽ അടങ്ങിയ
വളമാണ് അടീനത്തിന് വേണ്ടത്. ഫോസ്ഫറസ് കൂടുതലുണ്ടെങ്കിൽ അടീനത്തിന് നല്ല രീതിയിൽ പൂമൊട്ടുകളും പൂക്കളും കൂടുതലുണ്ടാവുകയുള്ളൂ. ഫോസ്ഫറസ് കൂടുതലുള്ള വളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലുപൊടി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് ഉള്ള വളം. പിന്നെ കൊടുക്കേണ്ടത് NPK ആണ്, 19-19-19. അതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം ഒരേ അളവിലുണ്ട്. അപ്പോൾ എല്ലുപൊടി കൊടുക്കുമ്പോൾ ഉടനെ തന്നെ NPK കൊടുക്കരുത്. 2 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് തമ്മിൽ കൊടുക്കാനായിട്ട്. അതുപോലെ അതിലും കുറഞ്ഞ അളവിലാണ് 10 ഗ്രാമിൽ കൂടാത്ത രീതിയിലാണ് NPK ഇട്ട് കൊടുക്കേണ്ടത്. രണ്ടും ഇടവേള ഇട്ട് വേണം കൊടുക്കാനായിട്ട്. ഇനി അടുത്ത് ടിപ്സ് വാട്ടറിങ്ങും പിന്നെ സൺലൈറ്റ് വേണം. അടീനത്തിന് കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും ഡെയിലി വെയിൽ കിട്ടണം. 5-6 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ കിട്ടിയാൽ അടീനത്തിന് നല്ല രീതിയിൽ അതിൻ്റെ കോഡസ് വലുതാകുകയും ചെയ്യും, അതുപോലെ പൂമുട്ടുകളൊക്കെ വരികയും ചെയ്യും. ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന സീസൺ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. അതിനർത്ഥം കൂടുതൽ വെയിലുള്ള ചൂടുള്ള വെയിൽ കിട്ടുന്ന ആ സീസൺ. അപ്പോൾ അടീനം ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. സൺലൈറ്റ് എന്ന് വെച്ചാൽ ചൂടുള്ള വെയിൽ. പിന്നെ വാട്ടറിങ്, നല്ല വേനൽക്കാലങ്ങളിൽ എല്ലാ ദിവസവും അടീനത്തിന് ഒരു നേരം വെച്ച് നനക്കാം. ആദ്യം നനക്കണ്ട, ഒരു നേരം. ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ, മെയ്യിൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മെയ്യിലും ഒരു നേരം വെച്ച് നനക്കാം. നനക്കുമ്പോൾ ആ വെള്ളം അപ്പം തന്നെ ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനാണ് ഈ മണൽ, നല്ല രീതിയിൽ മണൽ കൂടുതൽ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. പോട്ട് മിക്സിൽ കൂടുതൽ സമയം ഈർപ്പം നിലനിന്നാൽ അതിൻ്റെ കാഡക്സ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ 25 വർഷം അതിൽ കൂടുതലൊക്കെ നമ്മുടെ നാട്ടിൽ അടീനിയം ഇതിന് ലൈഫുള്ളതാണ്. പിന്നെ മറ്റ് സീസണിലൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഈ പോട്ടി മിക്സ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. അപ്പോൾ ഒരു ചിലപ്പോൾ 3 ദിവസമൊക്കെ എത്തുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ 4 ദിവസമൊക്കെ എത്തുമ്പോൾ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. സന്ധ്യാസമയത്ത് അടീനത്തിന് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഡ്രൈ ആകാനുള്ള ഒരു ടെമ്പറേച്ചർ സറൗണ്ടിങ്സിൽ ഉണ്ടായിരിക്കണം. അതാണ് ഈ സന്ധ്യാസമയത്തും രാത്രിയൊന്നും അടീനത്തിന് വെള്ളം ഒഴിക്കരുത് എന്ന് പറയുന്നത്. ഈ അടീനത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ് സംബന്ധിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ പിന്നീട് ഇടുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.